പശു ഒരു സുഖമുള്ള ബിസിനസ് അല്ല. അതെ. ഒന്നും കൊണ്ട് വന്നേ, ഒരു കാര്യം പറയാനുണ്ട് സാർ. ഒരു മിനിറ്റ്. എന്ത് ഭോഷന്മാരാണോ നിങ്ങൾ? വല്ല വിഷയം നിങ്ങളൊന്ന് രക്ഷപ്പെടുത്താന്ന് വെച്ചാൽ സമ്മതിക്കില്ല അല്ലേ? പശുവിന് എന്താ കുഴപ്പം? ഒരു പശുവിന്റെ പാല് വിറ്റ് കച്ചവടം തുടങ്ങിയവനാ ഞാൻ. ഇപ്പൊ എന്റെ തൊഴുത്തിലൊന്ന് വന്ന് നോക്ക്. ഘടാഘടിയന്മാരായ 50 പശുക്കളിൽ നിന്ന് വിലസുന്നു. മാർക്കറ്റിൽ 5 മുറി കടവണതു, 3-4 വീട് കെട്ടി. ഇതെല്ലാം ആ മിണ്ടാപ്രാണികളുടെ പാല് വിറ്റ കാശുകൊണ്ടാ നിങ്ങൾ താമസിക്കുന്ന വീട് ഉൾപ്പെടെ. അറിയാമോ? അറിയില്ല. എന്നാ അറിയണം. ഘടാഘടിയന്മാരായ 4-1000 പശുക്കളെ കാണാനാണ് ഇന്ന് നമ്മുടെ യാത്ര. എല്ലാവർക്കും ടെക് ട്രാവലിന്റെ മറ്റൊരു ഹെവി വ്ളോഗിലേക്ക് സ്വാഗതം. ഞങ്ങൾ ഇന്ന് പോകുന്നത് അൽ റവാബിയിലെ ഫാമിലേക്കാണ്. ഫാം വിസിറ്റിന് നമ്മൾ മുൻകൂട്ടി ബുക്ക് ചെയ്യണം. ബുക്കിങ്ങിന് പ്രത്യേകിച്ച് ചാർജസ് ഒന്നുമില്ല. അപ്പോൾ നമുക്ക് അവർ ഡേറ്റ് തരും. ഫ്രൈഡേയും സാറ്റർഡേയും മാത്രമേ ഉള്ളൂ ഫാം വിസിറ്റിനുള്ള അലൗഡ്. അതും രാവിലെ 10 മണിക്കും പിന്നെ അതുപോലെ ഉച്ചയ്ക്ക് 2 മണിക്കാണുള്ളത്. അത് സാറ്റർഡേ രാവിലെ മാത്രമേ ഉള്ളൂ. ഫ്രൈഡേ ഉച്ചക്കുണ്ട്. പിന്നെ ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അൽ റവാബിയുടെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ഫാം വിസിറ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഫാം വിസിറ്റ് ചെയ്യുന്നത് ബുക്ക് ചെയ്യാവുന്നതാണ്. എന്നിട്ട് അവർ നമുക്ക് വിളിക്കും. നമുക്കൊരു നമ്പർ തരും, ബുക്കിംഗ് നമ്പർ തരും. ആ നമ്പറിൽ നമ്മൾ എത്ര ആൾക്കാണോ ബുക്ക് ചെയ്തത് അവർക്ക് ഇവിടെ വന്ന് ഫാം സൗജന്യമായിട്ട് വിസിറ്റ് ചെയ്യാം. പിന്നെ ഫാമിനകത്തുള്ള പ്രോഡക്ട്സ് അവർ നമുക്ക് പരിചയപ്പെടുത്തുന്നുണ്ട്. അതൊക്കെ കൂടിയിട്ട് നമുക്ക് ആ ഫാമിനകത്തുള്ള കാഴ്ചകളൊക്കെ കൂടി കാണാൻ കഴിയും. അവരൊക്കെ നമ്മളെ വളരെ കെയർ ചെയ്യുകയും അവിടുത്തെ ഗൈഡ്സൊക്കെ വളരെ കാര്യമായിട്ട് നമ്മളെ വെൽക്കം ചെയ്യുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ നമ്മൾ ഫാമിന് അകത്ത് കയറിയിട്ട് ഒരു ബസ്സിലാണ് ഇനിയുള്ള യാത്ര. ബസ്സിലെല്ലാവരെയും കൂടിയിട്ടുള്ള ഒരു യാത്രയാണ്. അതിന് ഒരു ഇൻസ്ട്രക്ടർ വരും. അതിപ്പോൾ ആൾ വന്നിട്ടില്ല. നമ്മൾ ബസ്സിൽ നേരത്തെ ബുക്ക് ചെയ്തുള്ള ആളുകളൊക്കെ ഫില്ലായി കഴിഞ്ഞാൽ ഇൻസ്ട്രക്ടർ വരും. അപ്പോൾ ഇൻസ്ട്രക്ടറും കൂടി വന്നിട്ട് അവരായിട്ടുള്ള ഒരു യാത്ര ഉണ്ടാവും. നോക്കാം. You can just ask me, I'll clear it out there, and we'll be going to the farm next to see the cows and cows. We do have 15,000 cows. Out of that, 13,000 that is milking, and the rest 2,000 that is baby cows. So we'll be going to see all of them. മ്യൂസിയമാണിത്. ഫസ്റ്റ് ഞങ്ങൾ കയറി ഈ മ്യൂസിയത്തിലേക്കാണ് വന്നിട്ടുള്ളത്. ഡയറി ഫാമിനെ കുറിച്ച് ടോട്ടലി എങ്ങനെയാണ് ഇതിൻ്റെ ഉള്ള ഒരു അവസ്ഥ എന്നുള്ളത് ഈ മ്യൂസിയത്തിനകത്ത് നമുക്ക് കാണാൻ കഴിയും. പിന്നെ അതിന് ശേഷം അതിൻ്റെ ഓരോ ഘട്ടങ്ങളിലേക്ക് നമ്മൾ പോകും. 1930 തൊട്ടിട്ട് 1955 വരെയുള്ള ഒരു ഡയറി ഫാമിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് ഈ ഫോട്ടോയിലുണ്ട്. ആ വ്യത്യസ്ത കാലങ്ങളിൽ ഈ ഡയറി ഫാമിന് മാറ്റിയ സംഭവങ്ങളൊക്കെ ഇതിനകത്ത് പ്രത്യേകം ഷോ ചെയ്യുന്നുണ്ട്. അതാണ് ഈ മ്യൂസിയത്തിൻ്റെ പ്രത്യേകത. കാരണം ഈ മ്യൂസിയം ചരിത്രം പറയുന്ന ഒരു മ്യൂസിയം കൂടിയാണ്. ഇതിനകത്ത് ഈ പശുക്കളെ കറക്കാൻ ഉപയോഗിക്കുന്ന എക്യുപ്മെൻറ്റ്സ്, ആ എക്യുപ്മെൻറ്റ്സിന് ആവശ്യമായ സാധനങ്ങൾ, അതിനെക്കുറിച്ചിട്ടുള്ള ഒക്കെ ഡീറ്റെയിൽസ് ഈ ഇതിൽ കാണിക്കുന്നുണ്ട്. ഈ മ്യൂസിയത്തിനകത്തുണ്ട്. ഇത് ഇപ്പോൾ ഈ കാണുന്നത് പാല് കറക്കുന്ന ഒരു യൂണിറ്റാണ്. ഒരു സെക്ഷൻ്റെ പാല് കറക്കൽ കഴിഞ്ഞ് ആ പശുക്കൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത സെക്ഷൻ പശുക്കൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അവർ ലൈൻ നിർത്തിയിട്ട് ഈ മെഷീൻ ഉപയോഗിച്ച് പാല് കറക്കുന്ന ഒരു സിസ്റ്റമാണ് ഇവിടെ ഉള്ളത്. മൊത്തത്തിൽ എല്ലാ ഫാമിലും അത്തരം സിസ്റ്റം തന്നെയാണ് നിലനിൽക്കുന്നത്. വളരെ ഹൈടെക് ആയിട്ടുള്ള ഈ സിസ്റ്റമാണ് എല്ലാ ഫാമിലും നിലനിൽക്കുന്നത്. കൂടെ ഉണ്ട് ആൾ ഇവിടുത്തെ ഗൈഡാണ്. ഷീ ജസ്റ്റ് എക്സ്പ്ലെയിൻ ടു us how to they are going here. Just explain please. ഇത് റവാബിയുടെ മിൽക്കിംഗ് പാർലറാണ്. ഇവിടെ ഒരു ഡയറി മ്യൂസിയം കാണാം. ഫസ്റ്റ് നമ്മൾ എൻ്റർ ചെയ്യുമ്പോൾ അതിനകത്ത്
നേരത്തെ എങ്ങനെയാണ് മിൽക്കിംഗ് പ്രോസസ്സ് നടന്നിരുന്നത്, അതുപോലെ ചീസിൻ്റെയൊക്കെ പ്രോഡക്റ്റ്സ് എങ്ങനെ ക്രിയേറ്റ് ചെയ്തിരുന്നത്, അതെല്ലാം ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. നമ്മൾ സ്ട്രേറ്റ് വരുമ്പം പിന്നെ ഇവിടെ മിൽക്കിംഗ് പ്രോസസ്സ് കാണാം. ന്യൂ ടെക്നോളജീസ് യൂസ് ചെയ്തിട്ട് ഇപ്പോൾ എങ്ങനെയാണ് മിൽക്കിംഗ് പ്രോസസ്സ് ഇവിടെ നടക്കുന്നതെന്നെല്ലാം നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ഈ മിൽക്കിംഗ് പാർലറിൽ 200 കൗസിന് അറ്റ് എ ടൈം മിൽക്ക് ചെയ്യാൻ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. അവർ തൊട്ടടുത്തുള്ള അവരുടെ കൗബാൻസിന് നടന്നാണ് ഇങ്ങോട്ട് വരുന്നത്. എൻട്രൻസിൽ നിന്ന് ഒരു ഷവർ കിട്ടും, ആൻറ്റിസെപ്റ്റിക് വാട്ടറും കോസ്റ്റിക് സോഡയും യൂസ് ചെയ്തിട്ട് ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണത്. അത് കൗ ബാർസിൽ വന്ന് നിൽക്കുമ്പോൾ ആ ബാർസിൻ്റെ അടിയിൽ ഓട്ടോമാറ്റിക്കലി അതിന് ഒരു പ്രഷർ ചെയ്തിട്ട് ഒരു വാട്ടർ വരും. അത് വെച്ചിട്ട് അത് സെപ്പറേറ്റ്ലി വാഷ്ഡ് ആവും. വർക്കേഴ്സ് വൈപ്പ് ചെയ്യും വിത്ത് ടിഷ്യൂസ്. എന്നിട്ട് നോസിൽസ് അറ്റാച്ച് ചെയ്യാണ് ചെയ്യുക. നോസിൽസ് ആണ് മിൽക്ക് എടുക്കുന്നത്. നോസിൽസിലെല്ലാം വൈബ്രേഷൻസിൽ കൂടിയാണ് മിൽക്കിംഗ് പ്രോസസ്സ് നടക്കുന്നത്. അതിന് സെൻസേഴ്സ് ഉണ്ട്. സോ കൗസിന് ഹേർട്ട് ആവില്ല. അതത് ഡിറ്റക്റ്റ് ചെയ്യും. എത്ര എമൗണ്ട് ഓഫ് മിൽക്ക് കൗസിൻ്റെ അഡേഴ്സിലുണ്ടെന്ന് അത് ഡിറ്റക്റ്റ് ചെയ്യും. എന്നിട്ട് മിൽക്ക് എടുക്കുകയാണ് ചെയ്യുക. ഈ മിൽക്ക് കൂളിംഗ് ടാങ്കിലോട്ട് പോകും. കാരണം ഇനീഷ്യൽ സ്റ്റേജിൽ കൗ പ്രൊഡ്യൂസ് ചെയ്യുക അറ്റ്ലീസ്റ്റ് 25 ഡിഗ്രിയെങ്കിലും ചൂടുള്ള മിൽക്കായിരിക്കും. അത് നേരെ പോയി കൂളിംഗ് ടാങ്ക്സിലോട്ട് പോകും. അത് കൂൾ ഡൗൺ ആവും. എന്നിട്ട് ബാക്കി പ്രോസസ്സിങ്ങിലോട്ട് പോകും. അതാണ് പാസ്ചറൈസേഷൻ, ഹോമോജനൈസേഷൻ, സ്റ്റാൻഡർഡൈസേഷൻ പോലുള്ള പ്രോസസ്സിലോട്ട് പോകും. പാസ്ചറൈസേഷൻ ഇതിലെന്തെങ്കിലും ജേംസ്, എന്തെങ്കിലും ബാക്ടീരിയാസ് ഇൻ കേസ് ഉണ്ടെങ്കിൽ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രോസസ്സാണ്. റവാബി ചെയ്യുന്നത് 75 ഡിഗ്രി സെൽഷ്യസിൽ മാത്രമാണ്. അപ്പോൾ മിൽക്കിൻ്റെ ആ ഗുഡ്നെസ് പോവാതിരിക്കാൻ 75 ഡിഗ്രി ടെമ്പറേച്ചറിലോട്ട് പാസ്ചറൈസ് ചെയ്യാനായിട്ട് ഹീറ്റ് ചെയ്യും. സഡൻലി ഡ്രോപ്പ് ചെയ്യും -5 ഡിഗ്രി സെൽഷ്യസിലോട്ടൊക്കെ. അപ്പം ആ ടെമ്പറേച്ചർ വേരിയേഷൻസ് അങ്ങനെ വരുത്തുന്നതുകൊണ്ട് ആ മിൽക്കിൽ എന്തെങ്കിലും കൈൻഡ് ഓഫ് ബാക്ടീരിയ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് റിമൂവ് ആയി പോകും. പിന്നെ ഡെവലപ്പ് ആവാൻ ചാൻസസ് വളരെ കുറവാണ്. അങ്ങനെയാണ് പാസ്ചറൈസേഷൻ മെത്തേഡ് നടക്കുന്നത്. ഒരു ബാച്ച് ചേഞ്ച് ചെയ്ത് അടുത്ത ബാച്ച് പശുക്കൾ വരുന്നത് കണ്ട. ഇനി അവർ കറക്കാൻ വേണ്ടിയിട്ടുള്ള ഭാഗത്തിന് കറക്റ്റ് ആ ലെവലിൽ അവർ നിൽക്കും. ഇപ്പോൾ ഒരു ബാച്ച് ചേഞ്ച് ചെയ്തു, ഇനി അവർ വേറെ വഴിയിലൂടെ തിരിച്ചു പോകും. അത് നമ്മൾ പറഞ്ഞ് പഠിപ്പിച്ച് ബുദ്ധിയുള്ള ആളുകളെ പോലെ തന്നെ നിൽക്കുന്ന ഒരു അവസ്ഥയാണ് അവിടെ കാണുന്നത്. ഭയങ്കര രസകരമായ ഒരു കാഴ്ചയാണ്. പശുവിന് ഒരു കുട്ടി ഉണ്ടാകുന്ന ടൈം വെച്ച് കഴിഞ്ഞാൽ 135 സെൻറ്റിമീറ്റർ ഹൈറ്റും 350 kgs വെയിറ്റും അത് എത്തുമ്പോഴാണ്. അതാണ് അതിൻ്റെ ക്രൈറ്റീരിയ. അത് ഈ ഹോളസ്റ്റീൻ ഫ്രീസൺ ബ്രീഡ് വന്നിട്ട് 1.5 ഇയേഴ്സിൽ അറ്റൈൻ ചെയ്യും. വൺ ഓഫ് ദി വേൾഡ്സ് ബിഗസ്റ്റ് ബ്രീഡാണിത്. അത് 30 to 35 ലിറ്റേഴ്സ് മിൽക്ക് തരും. റവാബി 3 times ആണ് അതിന് മിൽക്ക് ചെയ്യുന്നത്. 3 times മൊത്തത്തിൽ 30 to 35 ലിറ്റേഴ്സ് മിൽക്ക് തരും. അറ്റ് എ ടൈം 10 to 12 ലിറ്റേഴ്സ് മിൽക്കാണ് തരിക.
പശുക്കുട്ടികളെ കണ്ടല്ലോ, അത് നമുക്ക് നേരിട്ട് കാണാൻ കഴിയില്ല. എന്താണ് അവിടെ നമ്മൾ പശുക്കുട്ടികളെ താഴെ ഇറക്കി കാണാത്തത് നമുക്ക് ബസ്സിൽ നിന്ന് കാണാനുള്ള ആക്സസേ ഉള്ളൂ. കാരണം ഈ കുട്ടികൾക്ക് പെട്ടെന്ന് അലർജിക് ആവും. ഒരുപാട് ആൾക്കാർ ദിവസവും വന്ന് ടച്ച് ചെയ്ത് പോകുമ്പോൾ അതിന് ഇറിറ്റേഷൻസും നോസിൽ ഇച്ചിനെസ് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതുകൊണ്ട് അതിനെ അലോ ചെയ്യാം. അടുത്തത് ഡയറി പ്ലാന്റിലേക്കാണ് പോകുന്നത്. പാൽ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ഏരിയക്കാണ് ഡയറി പ്ലാന്റ്. പ്ലാന്റാണ് റവാബിയുടെ. ഇവിടെയാണ് എല്ലാ മിൽക്കും പ്രോസസ്സിങ് നടക്കുക. നമ്മൾ മിൽക്കിംഗ് പാർലർ കണ്ടു. മിൽക്കിംഗ് പാർലറിൽ നിന്ന് വരുന്ന മിൽക്കെല്ലാം ഇവിടെ കൂൾ ഡൗൺ ആവും. കൂളിംഗ് ടാങ്ക്സ് നമ്മൾ ഫ്രണ്ടിൽ കണ്ടായിരുന്നു. കൂളിംഗ് ടാങ്ക്സ് പൈപ്പ് കണക്ഷൻസ് വഴി ആ മിൽക്ക് ഇങ്ങോട്ട് വരും. ഇവിടെ പ്രോസസ്സിംഗ് ആവും. പാസ്ചറൈസേഷൻ, ഹോമോജനൈസേഷൻ, സ്റ്റാൻഡർഡൈസേഷൻ, ഈ 3 പ്രോസസ്സിൽ കൂടെ ഈ മിൽക്ക് കടന്നു പോകും. ബോട്ടിൽഡ് അപ്പ് ആവും. അങ്ങനെയാണ് കൺസ്യൂമേഴ്സിന് അത് കയ്യിൽ കിട്ടുന്നത്. അത് ആദ്യം നടക്കുന്ന പ്രോസസ്സ് കൂളിംഗ് ആണ്. അതിന് മിൽക്കിനെ കൂൾ ചെയ്യും. കാരണം ഫസ്റ്റ് ഇനീഷ്യൽ സ്റ്റേജിൽ മിൽക്ക് ചൂടുള്ള മിൽക്കാണ് കിട്ടുക. അത് കഴിഞ്ഞ് അതിനെ കൂളിംഗ് ചെയ്യും. കൂളിംഗ് ചെയ്ത് കഴിഞ്ഞാൽ പോകുന്നത് ഹോമോജനൈസേഷൻ പ്രോസസ്സ്. ഹോമോജനൈസേഷൻ പ്രോസസ്സ് എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ മിൽക്ക് സ്പിൻ ആവും. കാരണം ഫാറ്റ് മോളിക്യൂൾസ് സ്പ്ലിറ്റ് ആയിട്ടാണ് റോ മിൽക്കിൽ ഉണ്ടാവുക. അത് നമ്മൾ സ്പിൻ ചെയ്യുമ്പോൾ ഫാറ്റ് മോളിക്യൂൾസ് ബ്രേക്ക് ഡൗൺ ആയിട്ട് ഫാറ്റ് കണ്ടന്റ് ഈക്വൽ ആവും. എല്ലാ പാർട്ട് ഓഫ് ദി മിൽക്കിലും ഫാറ്റ് കണ്ടന്റ് ഈക്വൽ ആവും. അത് കഴിഞ്ഞ് പാസ്ചറൈസ്ഡ് ആവും. പാസ്ചറൈസേഷൻ 75 ഡിഗ്രി സെൽഷ്യസിൽ മിൽക്കിനെ ഹീറ്റ് ചെയ്യും. സഡൻലി ഡ്രോപ്പ് ചെയ്യും കോൾഡ് ടെമ്പറേച്ചറിലോട്ട്. അപ്പോൾ ബാക്ടീരിയാസ് ഡെവലപ്പ് ആവാനുള്ള ചാൻസസ് നമ്മൾ അവോയ്ഡ് ചെയ്യണം. അതിന് അങ്ങനെ ഒരു ഡെവലപ്മെൻറ്റ് ഉണ്ടാകാനുള്ള ചാൻസസ് അപ്പോൾ അവിടെ പോകും. അങ്ങനെയാണ് പാസ്ചറൈസേഷൻ നടക്കുക. അത് കഴിഞ്ഞ് സ്റ്റാൻഡർഡൈസേഷൻ പ്രോസസ്സ് നടക്കും. സ്റ്റാൻഡർഡൈസേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡബിൾ ക്രീം കിട്ടുന്നുണ്ട്, ഫുൾ ക്രീം, ലോ ഫാറ്റ്, സ്കീം, അങ്ങനെ മിൽക്ക് പല സ്റ്റാൻഡേർഡ്സിൽ കിട്ടുന്നുണ്ട്. അത് ഉണ്ടാക്കുന്ന പ്രോസസ്സാണ് ഈ സ്റ്റാൻഡർഡൈസേഷൻ പ്രോസസ്സ്. 3.2 ആയിരിക്കും നോർമൽ ഫുൾ ക്രീമിൻ്റെ ഫാറ്റ് കൺസിസ്റ്റൻസി. അത് കുറച്ച് റിമൂവ് ചെയ്യും. അപ്പോൾ അത് ലോ ഫാറ്റ് ആയിട്ട് മാറും. ലോ ഫാറ്റിൽ 1% ഫാറ്റേ ഉണ്ടാവുള്ളൂ. അഗൈൻ വീണ്ടും റിമൂവ് ചെയ്യും. സം എമൗണ്ട് ഓഫ് ഫാറ്റ് 0.017% ഫാറ്റ് ആവും. അതാണ് സ്കീംഡ് മിൽക്ക്. സ്കീംഡ് മിൽക്കിലാണ് ഏറ്റവും കുറവ് ഫാറ്റ് ഉള്ളത്. അത് എസ്പെഷ്യലി കാർഡിയോളജി പേഷ്യൻസ്, അതുപോലെ കൊളസ്ട്രോൾ ലെവൽ ഹൈ ആയിട്ടുള്ളവർക്കൊക്കെ സജസ്റ്റബിൾ ആണ്. കാരണം അതിൽ ഏറ്റവും കുറവ് ഫാറ്റാണ്. നമ്മുടെ ഡയറ്റിൽ അധികം ഫാറ്റ് കണ്ടന്റ് വരില്ല സ്കീംഡ് മിൽക്ക് യൂസ് ചെയ്യുമ്പോൾ. ഈ ഫാറ്റ് റിമൂവ് ചെയ്ത ഫാറ്റ് ലോ ഫാറ്റിനും സ്കീം മിൽക്കിനും വേണ്ടി റിമൂവ് ചെയ്ത ഫാറ്റ് അഗൈൻ ഫുൾ ക്രീമിലോട്ട് ആഡ് ചെയ്യും. അതാണ് ഡബിൾ ക്രീം. അങ്ങനെയാണ് ഡബിൾ ക്രീം ഫോം ആവുന്നത്. ഈ ന്യൂട്രീഷൻ കണ്ടന്റ്, മിനറൽ കണ്ടന്റ് എല്ലാം കോൺസ്റ്റന്റ് ആയിട്ട് റിമെയിൻ ചെയ്യും. ഫാറ്റ് മാത്രം റിമൂവ് ചെയ്യും, ആഡ് ചെയ്യും. ആ പ്രോസസ്സാണ് സ്റ്റാൻഡർഡൈസേഷൻ. ഈ അൽ റവാബിയുടെ എല്ലാ ഐറ്റങ്ങളും ഇവിടെ തന്നെ ഉണ്ടാക്കുന്നത്. അൽ റവാബിയുടെ എല്ലാ പ്രോഡക്ട്സും ഇവിടെ തന്നെയാണ് എക്സെപ്റ്റ് ചീസ്. ചീസ് വേറെ പ്ലാന്റ്. അൽ റവാബിയുടെ എത്ര പ്രോഡക്റ്റ് ഉണ്ട് ശരിക്കും? അൽ റവാബിയുടെ ഇവിടെ 16 വെറൈറ്റി ജ്യൂസസ് ഉണ്ട്. അതുപോലെ യോഗട്ട്സ്, ഫ്ലേവേർഡ് യോഗട്ട്സ്, കുറേ പ്രോഡക്ട്സ് ഉണ്ട്. നമ്പർ ഓഫ് പ്രോഡക്ട്സ് ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞങ്ങളോട് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അൽ റവാബിയിലെ കാഴ്ചകൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഒരു തുടക്കക്കാരൻ നിലക്ക് ഞങ്ങളുടെ വ്ളോഗ് നിങ്ങൾ ഇഷ്ടപ്പെടുമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നുണ്ട്. ഞങ്ങളുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. വരുന്ന കമൻസുകളും അഭിപ്രായങ്ങളും ഞങ്ങളെ അറിയിക്കണം. ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നു.